സൂപ്പർ. നമ്മുടെ ഇന്നത്തെ അടുത്ത യാത്ര കുട്ടികളുടെ കിഡ്സ് ക്യാപിറ്റൽ എന്ന അടിപൊളി പ്ലേയിങ് ഏരിയയിലേക്കാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. കുട്ടികളുടെ പ്ലേയിങ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അതിനവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇതിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടേക്ക് നമുക്ക് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് മുകളിലേക്ക് കയറി പോവാം. ഞങ്ങളിപ്പോൾ കിഡ്സ് പ്ലേയിങ് ഏരിയയിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് അന്വേഷിച്ച് വരികയാണ് കേട്ടോ. നമുക്ക് ലിഫ്റ്റിലേക്ക് മുകളിലേക്ക് കയറി പോവാം കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഈ ഏരിയ. അങ്ങനെ നമ്മൾ നടന്ന് ഇതാ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്കലേറ്റർ ഉണ്ട് മുകളിലേക്ക് പോകാനായിട്ട്. നമുക്ക് അതിലൂടെ കയറിയിട്ട് മുകളിലേക്ക് പോവാം കേട്ടോ. ഞങ്ങൾ പ്ലേയിങ് ഏരിയയിൽ എത്തി കേട്ടോ. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ചെരുപ്പ് എല്ലാവരും ഊരി വെച്ചിട്ടുണ്ട്. കുട്ടികളുടെയും മുതിർന്നവരൊക്കെ ഇതിനകത്ത് സോക്സ് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോക്സ് ഉപയോഗിച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഒരു കുട്ടിയോടൊപ്പം തന്നെ ഒരു അഡൽറ്റിന് കയറാൻ എൻ്റെ ടിക്കറ്റിൽ നമുക്ക് അവസരമുണ്ട് കേട്ടോ. ഇത് കേരളാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഗാഡ്ജറ്റ് ഫ്രീ കിഡ്സ് വണ്ടർലാൻഡ് എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി മറ്റ് ഗാഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലേയിങ് ഏരിയ ആണ് കേട്ടോ. പക്ഷെ അടിപൊളി സെറ്റപ്പാണ് ഇവിടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ. കിഡ്സ് ക്യാപിറ്റൽ. 2 കുട്ടികളാണ് ഇവിടെ. എൻട്രി ഫീസ് എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് 1 മണിക്കൂർ നേരത്തേക്ക് 499 രൂപയാണ്. 500 രൂപയ്ക്ക് 1 രൂപ കുറവ്. അതിൻ്റെ കൂടെ പാരൻറ്റിന് ഒരാൾക്ക് കയറാം ഫ്രീ ആയിട്ട്. ആ വീക്ക് ഡേയ്സിലും മറ്റേ ചാർജ് ഒന്ന് പറഞ്ഞോളൂ. ചാർജ് വരുന്നത് മൺഡേ ടു തേഴ്സ്ഡേ ഞങ്ങളുടെ ഓപ്പണിംഗ് ടൈം 1 മണി തൊട്ട് 9 മണി വരെയാണ്. ഓക്കെ. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 11 മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് 10 മണിക്ക് ക്ലോസ് ചെയ്യും. ഓക്കെ. പിന്നെ ചാർജ് സെയിം ആണ്. 499 ആണ് ഒരു കിഡിന് വരുന്നത്. ഒരു കിഡിൻ്റെ ഇപ്പോൾ ഒരു പേരൻറ്റിന് ഫ്രീ എൻട്രി ഉണ്ട്. കയറുന്ന പേരൻറ്റിന് കിഡിന് സോക്സ് കമ്പൽസറി ആണ്. എക്സ്ട്രാ അഡൽട്ട് കയറുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 199 വരും. വീക്ക് ഡേയ്സിൽ എക്സ്ട്രാ വന്നാൽ 99ഉം വീക്കെൻഡിൽ 199 ആണ് ചാർജ് വരുന്നത്. പിന്നെ മൺഡേ ആൻഡ് വെൻസ്ഡേ ഞങ്ങൾക്ക് ഓഫറുണ്ട്. സെയിം റേറ്റ് 2 hour-ആണ് ഓഫർ വരുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആണ്. 1 മണിക്കൂറിനാണ് കേട്ടോ 499 രൂപ ഒരു കിഡിന് വരുന്നത്, ഒരു കുട്ടിക്ക് വരുന്നത്. അതിൻ്റെ കുട്ടിയുടെ കൂടെ ഒരു അഡൽറ്റിനും കയറാം ഫ്രീ ആയിട്ട്. അഡീഷണൽ ഒരു അഡൽറ്റ് കയറുന്നതിന് 199 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ്. പക്ഷേ കുട്ടികൾക്ക് നല്ല ഇപ്പോൾ നമുക്ക് മറ്റ് മാളുകളിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഗാഡ്ജറ്റുകളുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഗാഡ്ജറ്റുകളല്ലാതെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരുപാട് സൗകര്യങ്ങളാണ് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പ്ലേയിങ് ഏരിയയിൽ കുട്ടികളായിട്ട് പോകുന്നത്. അതുകൊണ്ട് അവരെല്ലാം നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾ മാത്രമല്ല, പാരൻസും നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും അതിനകത്ത് കയറി കഴിഞ്ഞാൽ. അത്രയും നല്ല രസകരമായിട്ടുള്ള ഒരു പശ്ചാത്തല സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ജമ്പ് ചെയ്യാനുള്ള അതുപോലെ ബോൾ പിറ്റ്, ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് സ്പോഞ്ചുകളാണ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചാണ് സ്പ്രിങ് പോലെ താഴേക്ക് അതിൻ്റെ പ്ലാറ്റ്ഫോം താഴേക്കാണ് താഴ്ന്നു പോട്ടോ. നല്ല രസമാണ്. നമുക്കതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കയറി വരാൻ പറ്റില്ല. നമ്മളല്ലാതെ കുട്ടികളൊപ്പം തന്നെ നമ്മളും അടിപൊളിയായിട്ട് കുട്ടികളായിട്ട് തന്നെ എൻജോയ് ചെയ്തെന്നുള്ളതാണ്.
നല്ല രസമുണ്ട്. കുറേ സമയത്തേക്ക് നമ്മളെല്ലാം മറന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ സാധിക്കും. കുട്ടികളെ പോലെ എപ്പോഴും നമ്മൾ മൈൻഡ് ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. മൈൻഡ് ഹാപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമുക്ക് ലൈഫ് ആഘോഷമാക്കണം എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷം നമ്മൾ ആഘോഷമാക്കി അടിച്ച് പൊളിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ. ഇതിലൊക്കെ വാസ്തവത്തിൽ കുട്ടികൾക്ക് കയറാവുന്ന ഐറ്റംസൊക്കെയാണ്. ഞാനും കയറിയിരുന്നു ഒരു കുട്ടിയായിട്ട് തന്നെ. നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. എല്ലാം മറന്നിട്ടാണ് കുട്ടികളൊപ്പം നമ്മളന്ന് കളിക്കുന്നതെന്നുള്ളതാണ്. അപ്പം നമുക്ക് നല്ല രസമായിരിക്കും. ഒരു പ്രോബ്ലം ഇല്ല. മൈൻഡെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഒരു ഊഞ്ഞാല് പോലുള്ളതാണ്. ഇതിലൂടെ കയറിയിട്ട് നമ്മൾ ആടി ബാലൻസ് ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ട്. നല്ല രസമാണ്. അതായത് നന്ദയും കയറി അതിലൂടെ കടന്നു പോയിട്ടോ. ഇതും ഇവിടെ മുതിർന്നവരൊക്കെ കയറുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെയാണ് ഞങ്ങളും കയറി ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. എന്തായാലും പൊട്ടി വീഴൊന്നുമില്ല. നല്ല സ്ട്രോങ് ആണ് സംഭവം. നല്ല രസമുണ്ട്. ഇതിൽ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് നമ്മൾ ബാലൻസ് പോവും. പതുക്കെ പിടിച്ച് അപ്പുറം വരെ എത്തണം. അതുപോലെ തിരിച്ചു വരാം. ഞങ്ങളോടൊപ്പം തന്നെ അനിയൻ്റെ വൈഫും സബിതയും ഇതുപോലെ പോയി കേട്ടോ. എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു. കുട്ടികളൊപ്പം തന്നെ എല്ലാം മതിമറന്ന് ആസ്വദിച്ചെന്നുള്ളതാണ്. കണ്ട, ഞാനും ഒന്ന് പോയി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒപ്പം എന്താ ഇസും എൻജോയ് ചെയ്ത്. അവളും ആദ്യമായിട്ട് കയറുന്നതാണെങ്കിൽ പോലും അവൾ നല്ല ബാലൻസ് ചെയ്ത് ഭയങ്കര ചിരിയും കളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. അവൾ എൻജോയ് ചെയ്തു. ഞാനിവിടെ സൗണ്ട് വയ്ക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് വരുന്ന ഒരു ഇഷ്യൂ വരുന്ന വെച്ചിട്ടാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുക്കാത്തത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല, നമ്മുടെ ശബ്ദങ്ങൾ കൊടുക്കാത്തത്. വോയിസ് ഓവർ കൊടുക്കാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ. താഴെ സ്പോഞ്ചുകളുണ്ട്. നമുക്ക് വീണാൽ പോലും ഒന്നും പറ്റില്ല കേട്ടോ. എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തൃപ്പൂണിത്തുറ ഭാഗത്താണ് കേട്ടോ എൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഞാൻ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും. എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലൊക്കേഷൻ കേട്ടോ. ഇതിനകത്ത് തന്നെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം എല്ലാത്തരം ഫുഡുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു മണിക്കൂർ പ്ലേ ചെയ്ത് കിഡ്സ് ക്യാപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നമ്മൾ ചെരുപ്പുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ചെരുപ്പുകളൊക്കെ ഇട്ട് നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ്. നമ്മൾ തൽക്കാലം വീണ്ടും നമ്മൾ വരും കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ല. എല്ലാവരും ആസ്വദിച്ചിട്ടോ. അടിപൊളിയായിട്ട്. അങ്ങനെ ഞങ്ങൾ കിഡ്സ് ഏരിയയിലൊക്കെ പ്ലേ ചെയ്തു. കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളും പ്ലേ ചെയ്തു. അടിപൊളിയായ കുട്ടികളായി കുറേ സമയം ഞങ്ങൾ. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. 1 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. 1 മണിക്കൂറിനാണ് നമുക്ക് ഇവിടെ ചാർജ് വരുന്നത് കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. കൊള്ളാമോ? സൂപ്പറാണോ? എങ്ങനെയുണ്ട് ഐസ്? സൂപ്പറായിരുന്നോ? എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. ഇനിയും വരണോ അവിടെ? അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു. ഞങ്ങൾ കാറിൽ കയറാൻ പോയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ താഴെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഇതാ കാറിലേക്ക് കയറാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ കാറിൽ കയറി. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പോൾ സമയം 4:15 രാവിലെ ഇറങ്ങിയിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ അടിപൊളിയായിരുന്നു അല്ലേ? എന്ത് എങ്ങനെയുണ്ട് സവിത ചേച്ചി? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ആ തകടു പൊളിയല്ലേ? അതെ അതെ, ഇനിയും നമുക്ക് വരും. അപ്പൊ നമുക്ക് അതൊക്കെ നീങ്ങാം. ഓക്കെ.